നമസ്കാരം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തെന്ന കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് കോടതിയുടെ നിർദ്ദേശം വരും മുൻപേ തന്നെ മുൻകൂട്ടി പ്രവചനം നടത്തിയിരിക്കുകയാണ് CPM. CBI അന്വേഷണത്തിനുള്ള പൊതുസമ്മതി 2 വർഷം മുമ്പ് സർക്കാർ പിൻവലിച്ചിരുന്നു. അതാണ് SIT അന്വേഷണം മാത്രം മതിയെന്ന നിലപാടിൽ സർക്കാരിന് ഉറച്ചു നിൽക്കാൻ കഴിയുന്നതും അതിനുവേണ്ടി പറയുന്ന ന്യായവാദവും. സത്യത്തിൽ CBI അന്വേഷണത്തെ CPM-ഉം പിണറായി സർക്കാരും ഭയക്കുന്നുവെന്നത് ഇത് വ്യക്തമാക്കുകയാണ്. ഹൈക്കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും മുമ്പ് സർക്കാർ നിലപാട് ഇതാണെന്ന ഒളിമറയായി ഹൈക്കോടതിയെ അറിയിക്കുക കൂടിയാണ് പിണറായി സർക്കാർ തന്ത്രപൂർവ്വം ചെയ്തത്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ എല്ലാ ആശങ്കകളും പരിശോധിക്കുമെന്ന് പറയുന്ന സർക്കാർ ഇതുവരെ എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നതും. കേസിന്റെ അന്വേഷണത്തിൽ അടിമുടി പ്രതികളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ ശ്രമിച്ച അന്വേഷണ സംഘം PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയ ശേഷമാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ മൊഴിയെടുക്കാൻ പോലും കൂട്ടാക്കിയത്. ഹൈക്കോടതി ചില കേസുകളിൽ എടുത്ത തീരുമാനങ്ങളിൽ പിഴവ് പറ്റിയെന്ന് സുപ്രീം കോടതി പറഞ്ഞ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കേസിൽ നീതി ലഭിക്കാത്ത പക്ഷം സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കുകയാണ് നവീന്റെ കുടുംബം എന്നതാണ് നഗ്നമായ യാഥാർത്ഥ്യം. അക്കാര്യത്തിൽ നവീനിന്റെ കുടുംബത്തോടൊപ്പം രാഷ്ട്രീയേതരമായ ഒരു വലിയ സമൂഹം തന്നെ ഒപ്പമുണ്ട്. ADM നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും പറയുമ്പോഴും ഭരണകക്ഷിയുടെയും പാർട്ടിയുടെയും നിലപാട് CBI അന്വേഷണം വേണ്ട എന്ന് തന്നെയാണ്. ഇതിലൂടെ തന്നെ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയവും കുറ്റക്കാരെ സംരക്ഷിക്കാനുള്ള ഗൂഢനീക്കവും വ്യക്തമാണ്. നവീൻ ബാബുവിന്റെ മരണം നടന്ന ദിവസം മുതൽ ഓരോരോ സംഭവം എടുത്ത് പരിശോധിച്ചാലും അടിമുടി ദുരൂഹത പ്രകടമാണ്. നവീൻ ബാബുവിനെതിരെ ആരോപണം ഉന്നയിച്ച പരിയാരം മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥൻ TV പ്രശാന്തന് എങ്ങനെ സർക്കാരിന്റെ ഇടപെടലില്ലാതെ പെട്രോൾ പമ്പ് തുടങ്ങാൻ അനുമതി കിട്ടിയെന്നതും ചിന്തിക്കേണ്ടതാണ്. പൊതുവേദിയിലെത്തി നവീൻ ബാബുവിനെതിരെ ദിവ്യ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ജില്ലാ കളക്ടർ മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. പ്രതിയെ എത്ര നാൾ വരെ സംരക്ഷിക്കാമെന്ന ഗവേഷണമാണ് CPM ഇതുവരെ നടത്തിയത്. തുടക്കം മുതലേ ദിവ്യക്കെതിരെ യാതൊരു നടപടിയും പോലീസിന്റെയോ പാർട്ടിയുടെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. 3 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിന്റെ മൂർധന്യഘട്ടത്തിൽ മറ്റൊരു മാർഗമില്ലാതെ ദിവ്യയെ തരം താഴ്ത്താനും അറസ്റ്റ് ചെയ്യാനും പാർട്ടി നേതൃത്വം നിർബന്ധിതമാവുകയാണ് ഉണ്ടായത്. പിന്നീട് ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ച് കോടതി വിധി വന്നയുടൻ അവരെ ജയിലിലെത്തി ആദ്യം കണ്ടത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയും മുൻ MLA ജെയിംസ് മാത്യുവിന്റെ ഭാര്യയുമാണ്. ഇത് വ്യക്തമാക്കുന്നത് പാർട്ടി നടപടി ഉണ്ടെങ്കിലും സംരക്ഷിക്കുമെന്നും പാർട്ടിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തരുത് എന്നുമാണ്. നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ അതിവേഗമാണ് പൂർത്തിയാക്കിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പോസ്റ്റ്മോർട്ടം നടന്ന സമയത്തും ബന്ധുക്കൾ ആരും ഉണ്ടായിരുന്നില്ല. അന്നേ ദിവസം വൈകിട്ടാണ് കുടുംബം സംഭവ സ്ഥലത്ത് എത്തുന്നത്. കുടുംബത്തിന്റെ ഈ ആരോപണങ്ങളിലെല്ലാം വികാരപരമായ പ്രശ്നങ്ങൾ എന്നതിനപ്പുറം നിയമപരമായ പ്രശ്നങ്ങളുമുണ്ട്. മറുഭാഗത്ത് നിൽക്കുന്ന നവീൻ ബാബുവിന്റെ കുടുംബവും പാരമ്പര്യമായി CPM-നോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. CPM നേതാക്കളും മന്ത്രിമാരും അടക്കം നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയ നേതാക്കളോടെല്ലാം തന്നെ മാന്യമായി അവർ പെരുമാറി. ഇപ്പോൾ കുടുംബം CBI അന്വേഷണ ആവശ്യവുമായി രംഗത്തെത്തുമ്പോൾ പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണം കുടുംബത്തിന് തൃപ്തികരമല്ല എന്ന കാര്യം കൂടി വ്യക്തമാവുകയാണ്. കൂടാതെ നവീൻ ബാബു ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്നതും ഭാര്യ മഞ്ജുഷയുടെ സംശയവും കേസിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ബലപ്പെടുത്തുന്നതാണ്. കേസിൽ ദുരൂഹതയുണ്ടെങ്കിൽ അത് മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. CPM എന്തിനാണ് CBI അന്വേഷണത്തെ പേടിക്കുന്നത്? ഇരകളുടെ അടുത്ത ബന്ധുക്കൾ CBI അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്തിനതിനെ എതിർക്കണം? ഭർത്താവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും CBI അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് നവീന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ഈ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്.
നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നുള്ള സംശയമുണ്ടെന്നും മരണത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യയുടെ പങ്കിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിയില്ലെന്നും ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുമുള്ള വിവരങ്ങൾ ശേഖരിച്ചുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന പച്ചയായി കബളിപ്പിക്കുന്ന ന്യായങ്ങളാണ് സർക്കാർ ഇപ്പോൾ നടത്തുന്നത്. കുടുംബത്തിന്റെ എല്ലാ ആശങ്കകളും പരിശോധിച്ചായിരിക്കും അന്വേഷിക്കുകയെന്നും സർക്കാർ ആണയിടുകയും ചെയ്യുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വെള്ളിയാഴ്ച കോടതിയിൽ നൽകാനിരിക്കെ സർക്കാർ കേസ് CBI അന്വേഷണത്തിന് വിടരുതെന്ന് മാത്രമാണ് തന്ത്രപൂർവ്വം ഈ കേസിൽ ലക്ഷ്യം വെച്ചതും. കേസ് ഡയറിയും അന്വേഷണ പുരോഗതി റിപ്പോർട്ടും പരിഗണിച്ചാണ് കേസ് CBIക്ക് വിടണമോ എന്ന് കോടതി തീരുമാനിക്കുക. ഒപ്പം കേസ് അന്വേഷണത്തിന്റെ നാൾവഴികളിൽ ഭരണ സ്വാധീനത്തിന്റെ പേരിൽ പ്രതികളുടെ രക്ഷയ്ക്ക് അന്വേഷണ സംഘം നടത്തിയ വിട്ടുവീഴ്ചകളും കോടതിക്ക് കണക്കിലെടുക്കേണ്ടതായി വരും. നവീൻ മരിച്ചതായി അറിയുന്നത് മുതൽ ഈ കേസിൽ ദുരൂഹതകൾ മാത്രമാണുള്ളത്. ഒരു അടുത്ത ബന്ധു പോലും എത്തും മുമ്പ് അതിവേഗം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ പോലീസ് നടപടി മുതൽ പി ദിവ്യയ്ക്ക് ജാമ്യം കിട്ടാൻ നടത്തിയ നാടകങ്ങൾ വരെയും മുഖ്യ പ്രതിയാവേണ്ട പ്രശാന്തനെ രക്ഷിക്കാനുള്ള നീക്കങ്ങളുമൊക്കെ ഈ കേസിൽ അന്വേഷണ വിധേയമാകേണ്ടതുണ്ട്. CPM പ്രത്യേകിച്ച് പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് ഈ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് അല്ല തട്ടിക്കൂട്ടിയ SIT അന്വേഷിച്ചാലും ഇരയ്ക്ക് നീതി കിട്ടില്ലെന്ന് ഉറപ്പ് തന്നെയാണ്. നന്ദി.